റോഷിപാൽ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നത്തെ വാർത്തായാത്ര തുടങ്ങുമ്പോൾ തന്നെ ഒരു ബ്രേക്കിംഗ് വാർത്തയാണ്. എന്താണ് ആ ബ്രേക്കിംഗ്? പ്രേക്ഷകർക്ക് ആ സസ്പെൻസ് പൊളിച്ചോളൂ. ഡോക്ടർ അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. ഈ ബ്രേക്കിംഗ് വാർത്ത PV അൻവറിന് വലിയ താല്പര്യമുള്ള അല്ലെങ്കിൽ സന്തോഷം പകരുന്നതാണ്. കോൺഗ്രസിനകത്ത് അൻവറിന് അനുകൂലമായ ഒരു താല്പര്യം അല്ലെങ്കിൽ അൻവറിന് അനുകൂലമായ സാഹചര്യം ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ നമുക്കറിയാം, ഇന്നലെ മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി PV അൻവറിനെ UDF-ലേക്ക് ഉൾപ്പെടുത്തുന്ന കാര്യം നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു എന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. പിന്നീട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരെയും PV അൻവറുമായി ചർച്ച നടത്താൻ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് UDF ചെയർമാൻ എന്നുള്ള നിലയിൽ പറഞ്ഞിരുന്നു. പക്ഷേ മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി നടത്തിയ ചർച്ചകൾ പൂർണ്ണമായും അത് അനൌദ്യോഗികമായിരുന്നു. അനൌദ്യോഗികമായി തന്നെയാണ് അത് എല്ലാ നേതാക്കളുമായി ആശയവിനിമയം നടത്തിയത്. കാരണം പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഇങ്ങനെ PV അൻവറിനെ ഉൾപ്പെടുത്തണമെന്ന നിർദ്ദേശം മുന്നോട്ട് വരുന്നത്. ഇപ്പോൾ കോൺഗ്രസിന്റെ അധ്യക്ഷൻ KPCC അധ്യക്ഷൻ K സുധാകരൻ തന്നെ മുൻകൈയെടുത്ത PV അൻവറിനെ UDF പാളയത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ശക്തമായ നിലപാടുമായാണ് K സുധാകരൻ മുന്നോട്ട് പോകുന്നത്. ഞായറാഴ്ച KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗം വിളിച്ചു ചേർത്തതിന് പിന്നാലെ തന്നെ KPCC ഭാരവാഹികളുടെ യോഗം, ജില്ലാ കോൺഗ്രസ് അധ്യക്ഷന്മാരുടെ യോഗം അത് 9-ാം തീയതി KPCC ആസ്ഥാനത്ത് വിളിച്ചു ചേർത്തിരിക്കുകയാണ്. ആ യോഗത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായി PV അൻവറിന്റെ UDF പ്രവേശനം മാറും. മാത്രവുമല്ല, കൂടുതൽ നേതാക്കൾ PV അൻവറിന് അനുകൂലമായ നിലപാടെടുത്ത് രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ജയിലിനകത്തേക്ക് അൻവർ പോവുകയും തിരിച്ചെത്തിയതിനു ശേഷം പുറത്തിറങ്ങിയതിന് പിന്നാലെ തന്നെ UDF നേതാക്കൾക്ക് നന്ദി പറയുകയും UDF-നൊപ്പം ഇനി മുന്നോട്ട് പോകാൻ തനിക്ക് താല്പര്യമുണ്ടെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇനി അങ്ങോട്ട് UDF നേതൃത്വം PV അൻവറിന്റെ ഈ നിലപാട് പരിശോധിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വന്നിരിക്കുന്നത്. രമേശ് ചെന്നിത്തല, പിന്നെ കൊടിക്കുന്നിൽ സുരേഷ്, K മുരളീധരൻ അടക്കമുള്ള കൂടുതൽ നേതാക്കൾ, K സുധാകരന്റെ ചേരി പൂർണ്ണമായും അനുകൂല നിലപാടാണ്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനമാവുക പ്രതിപക്ഷ നേതാവും UDF ചെയർമാനുമായ VD സതീശന്റെ നിലപാടായിരിക്കും. ഏതായാലും 9-ന് ചേരുന്ന KPCC യോഗത്തിലും അതിന് പിന്നാലെ രാഷ്ട്രീയകാര്യ സമിതി യോഗം 12-ന് ഞായറാഴ്ച ചേരും. രണ്ട് യോഗത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകളിൽ ഒന്ന് PV അൻവറിന്റെ UDF പ്രവേശനമാണ്. അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ് ഈ 2 ദിവസങ്ങൾ. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. VD സതീശന്റെ നിലപാട് മാത്രമായിരിക്കും ഇനി PV അൻവറിന് മുന്നിലുള്ള ഏക തടസ്സം. VD സതീശൻ ഒരു യെസ് പറഞ്ഞാൽ അത് ഒരു വലിയ യെസ് ആയിട്ട് മാറും. പക്ഷേ അക്കാര്യത്തിൽ ഇപ്പോൾ കോൺഗ്രസിൽ തന്നെ വലിയ സമ്മർദ്ദമേറുകയാണ്. K സുധാകരൻ പക്ഷം രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ PV അൻവറിനെ സ്വാഗതം ചെയ്യണമെന്ന നിലപാടാണ് അറിയിച്ചിരിക്കുന്നത്. അതിൽ 12-ാം തീയതി ചേരുന്ന രാഷ്ട്രീയകാര്യ സമിതിയിൽ അന്തിമ തീരുമാനമുണ്ടാകും. ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളും PV അൻവറിനെ മനസ്സുകൊണ്ട് ഭരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ UDF-ന്റെ വാതിലുകൾ PV അൻവറിന് തുറന്നിട്ടിരിക്കുകയാണ്.